പരിചയപ്പെടണം താല്പര്യമുണ്ടോ? ഇവിടെ വന്നപ്പോ അതാണോ ഇക്കാനോട് പറഞ്ഞത് ഒരു 3 ഫാമിലിയെ നമുക്ക് ഇങ്ങോട്ട് വേദിയിലേക്ക് വിളിക്കണം, അവരോട് സംസാരിക്കണം. അതിനുശേഷം അവർക്ക് പവിത്ര ഗോൾഡ് നൽകുന്ന 3 മനോഹരമായ സമ്മാനവും കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം വേദിയിൽ വരുന്ന 3 ഫാമിലിക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 3 ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ, അടുത്തുനിന്നെടുത്തോണ്ട് വരരുതേ. സ്വന്തം ഭാര്യ ഭർത്താവ് ആയിരിക്കണം ഉദ്ദേശിച്ചല്ലേ? സ്വന്തം ഭാര്യ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ 3 ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേദിയിലേക്ക് വരിക. ഇവർക്ക് പവിത്ര ഗോൾഡ് നൽകുന്ന 3 സമ്മാനങ്ങൾ ഇപ്പോൾ നൽകുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വരിക. നമുക്ക് സമയം ഇനി കുറവേ ഉള്ളൂ. 3 ഫാമിലി വരിക. വായോ, ഇത് വരാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടല്ലേ? വാ. ഹസ്ബൻഡ് വന്നില്ലല്ലേ? അതാണ് അങ്ങനെയല്ല, ഇവിടെ ഫാമിലി ഇല്ലെന്ന് തോന്നുന്നു. മൊത്തം ഫാമിലി അല്ലടാ ഇരിക്കുന്ന. ആ ഓഡിയൻസിലേക്ക് ലൈറ്റ് ഒന്ന് അടിച്ചേ. ലൈറ്റ് ഉണ്ട്, പക്ഷേ ഒരു ഫാമിലി വരുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇത് പവിത്ര ഗോൾഡ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് അവർക്ക് ലഭിക്കാൻ വേണ്ടി. நீ என்னை இங்கிருந்து எங்கே போக விட மாட்டேன். உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு உன் ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். കട്ടില് പൊക്കുമെന്ന് മാത്രം എനിക്ക് സംശയം തന്നോളൂ. അത് കറക്റ്റ് ആയിട്ട് പൊക്കി. സൂപ്പർ ആയിരുന്നു. അതാണ് വീട്ടിലിരിക്കുന്ന കലാകാരികൾക്കും കലയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു. സൂപ്പർ. തൊഴിലുറപ്പിന് പഠിക്കുന്ന പോകുന്ന ചേച്ചിയാ. തൊഴിലുറപ്പിന് പോണ നല്ല കാര്യമല്ലേ? നല്ലൊരു കൈയടി കൊടുക്കുക. എല്ലാവരും നല്ല കൈ കൊടുക്കും. തൊഴിലുറപ്പിന് പോണ ചേച്ചിയല്ലേ? കഴിഞ്ഞ ദിവസം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ തെങ്ങിന് തടങ്ങുമായിരുന്നു. 5 മണിക്ക് ശേഷം മുകളിലേക്ക് നോക്കിയപ്പോ തെങ്ങിന് മണ്ടയില്ലായിരുന്നു. വേണ്ട, തൊഴിലുറപ്പിന് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാമൻ ഉടുത്തിരിക്കുന്ന മുണ്ട് എങ്ങനെയാണ്? അത് ചോദിക്കേണ്ട കാര്യമുള്ളത്. ഇതേ നോം കൊടുത്ത മുണ്ടാട്ടോ, എന്റെ മുണ്ട. തിരുമേനിക്ക് എന്ത് വർത്താനി പറയുന്നു? തിരുമേനിയുടെ മുണ്ടാണെന്ന് പറഞ്ഞ് എനിക്കല്ലേ നാണക്കേട്? ദൈവത്തെ തിരുമേനിയുടെ മുണ്ട. മലയാള സിനിമാ താരങ്ങളുടെ പിക്ചർ വരും, അതായത് പഴയകാല താരങ്ങൾ തൊട്ട് പുതിയ താരങ്ങൾ വരെ. അപ്പോ നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആ പിക്ചറിനനുസരിച്ച് ഞാൻ ശബ്ദം നൽകാൻ ശ്രമിക്കുകയാണ്. ശല്യം ചെയ്തിട്ട് നീ ഇവിടെ നിന്ന് ചീട്ട് കളിക്കുകയാണല്ലേടാ? നീ നിന്റെ ഒടുക്കത്തെ സൈക്കിളും രാഘവ, എന്താണ് നിന്റെ കയ്യില്? റിവോൾവറോ? എന്നെ വെടിവെക്കാൻ വന്നതായിരിക്കുമല്ലേ? എനിക്കും ബലരാമന് കൂടി തന്നാൽ 10 ഞാൻ പറഞ്ഞു തരാം. മോളെ സ്തുതി, മോളെ വിലാസിനി.